എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് ഒരു ചെറിയ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ജിവോറ ഹോട്ടൽ, ഷെയ്ഖ് സായദ് റോഡിലുള്ള ഒരു വലിയ പടുകൂറ്റൻ ഹോട്ടൽ. ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോളസ്റ്റ് ഹോട്ടൽ ഇൻ ദ വേൾഡ് ആണ്. 75 ഫ്ലോർസിൻ്റെ മുകളിലുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഒരു നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജിവോറ ഹോട്ടലിൻ്റെ ലോബിയിലാണ്. ഇവിടെ ഭയങ്കര ബിസിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ ആയതുകൊണ്ട് ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നും പോകുന്നൊക്കെ കാണാം. കുറേ പെട്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റെജിയുടെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പുള്ളി നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ബുഫേ ലഞ്ചാണ്. അപ്പോൾ നമ്മൾ മെസ്നൈൻ ഫ്ലോറുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6-7 ലിഫ്റ്റ് ഉണ്ടെങ്കിലും ഈ ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ട്രാഫിക്കാണ്, ഹെവി ട്രാഫിക്കാണ്. നമ്മളിപ്പോൾ ആ ഒരു നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്ത ആ ഒരു ലഞ്ച് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലിഫ്റ്റിൻ്റെ ഭാഗത്തൊക്കെ നല്ല അടിപൊളി ഡെക്കറേഷനാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വോളൊക്കെ നല്ല കണ്ടില്ല, ഗോൾഡൻ ഒരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാബു ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു നമ്മൾ സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മെസ്നൈൻ ഫ്ലോറിലാണ്, പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിരിക്കും. ശരിക്കും ഇവിടെ ഒരു രാത്രി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ഒരു വൈബ് അറിയാൻ പറ്റുക. നമ്മളിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ 1 മണിക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ബുഫേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് സീറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ എണ്ണിയില്ല എത്ര സീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണെന്ന്. പക്ഷെ എന്തായാലും ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണത്. എനിക്ക് തോന്നുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഇവിടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് ഒരു 99 to 100 dirhams വരുന്നുണ്ട് ഒരാൾക്കുള്ള ലഞ്ചിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇരുന്നു, എല്ലാവരും സെറ്റായി. ഇനി നമുക്ക് മെല്ലനെ പോയിട്ട് ആഹാരങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്, ഐറ്റംസൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാബുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ എനിവേ, ഹാപ്പി ബർത്ത്ഡേ ബാബു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ബുഫേ കഴിക്കാനായിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഒരു സാലഡ് ബാറാണ്. അത്യാവശ്യം ഒരുപാട് നല്ല ഐറ്റംസൊക്കെ ഉള്ള ഒരു സാലഡ് ബാറാണ്. ഞാനിപ്പോൾ ചെറിയ ഡയറ്റിങ്ങിലൊക്കെ ആയതുകൊണ്ട് കൂടുതൽ സാലഡ്സാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. പിന്നെ എന്തായാലും ഒരു ചെറിയ പ്രോട്ടീൻ അതൊക്കെ വേണം. അപ്പോൾ നമുക്ക് മീറ്റ് ഐറ്റംസും കഴിക്കണം. കൂടുതലും സാലഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ പിസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് തന്നെ സമൂസ, പിന്നെ ഈ അറബിക്കിലെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ വെച്ച് സ്പ്രിംഗ് റോൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ വരുന്നത്. സ്വീറ്റ്സ്, ഒരുപാട് നല്ല അടിപൊളി ഐറ്റംസ് സ്വീറ്റ്സിലുണ്ട്. ഇത് കണ്ടില്ലേ, റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. ഇപ്പോൾ എൻ്റെ ഒരു പ്ലേറ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റാർട്ടേഴ്സായിട്ട്. ഇനി മെയിൻ കോഴ്സിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും സാലഡ്സാണ് കൂടുതൽ ഉള്ളത്. പിന്നെ അല്ലറ ചില്ലറ 2-3 സമൂസയും പിന്നെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പാസ്ത ഉണ്ട്, അതുപോലെ മാഷ് പൊട്ടാറ്റോ, വെജിറ്റബിൾസ്, പിന്നെ ഒരു ചൈനീസ് ഐറ്റം ഉണ്ട് ഇവിടെ. ഇത് ചിക്കനാണ്. പിന്നെയുള്ളത് ലാം റിബ്സ് ഇല്ലേ, അത് ഈ ഒലീവ് ലീവ്സിലിട്ടിട്ട് ഇതൊരു കറി പോലെ ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റുള്ള സംഭവമാണ്. പിന്നെ ഗ്രിൽ ചിക്കൻ ഉണ്ട്. ഇത് നല്ല അടിപൊളി ഐറ്റം ആയിരുന്നു. പിന്നെയുള്ളത് ഫിഷ് ബിരിയാണി പോലൊരു സംഭവം, ഹമോറിൻ്റെ ബിരിയാണിയാണ്, അടിപൊളിയാണ്. ഇവിടെ ബീഫ് സ്റ്റീക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രേവി വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കബാബ്സും ചിക്കൻ തിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു വിഭവ സമൃദ്ധമായ ബുഫേ തന്നെയായിരുന്നു സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.